മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത നടപടി പുതിയ സർക്കാരിന് നൽകിയ 8ന്റെ പണിയെന്ന് മുഖ്യമന്ത്രി. ഇതിനെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിട്ടില്ല. വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. അതേസമയം മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന് മുനമ്പം സമരസമിതി ആവശ്യപ്പെട്ടു. പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡ് തന്നെയാണ് ഇപ്പോൾ വഖഫ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭൂമി ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പൊസഷൻ ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൈവശമുള്ളപ്പോൾ എങ്ങനെ ഉമീദ് പോർട്ടലിൽ ഇത് ചേർക്കാൻ സാധിക്കും? ആ രജിസ്ട്രേഷൻ തട്ടിപ്പാണ്. അതുകൊണ്ട് നിയമപരമായി ചെറിയ സാങ്കേതികത്വം ഉണ്ടെങ്കിലും ഉടനടി തന്നെ മുനമ്പം വിഷയത്തിൻ്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്നാണ് ഇന്നിപ്പോൾ ഞങ്ങളോട് കൊച്ചി MLAയും DCC പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസ് സാറും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, വലിയ രീതിയിലുള്ള ഒരു പണി തന്നു എന്നതാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സമരസമിതി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താണ് കഴിയാത്തത് എന്ന ചോദ്യം പ്രതിപക്ഷത്ത് നിന്ന് ഉയരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞത് മുനമ്പത്തെ ഭൂമി പ്രശ്നം അല്ലെങ്കിൽ വഖഫ് ഭൂമിയാണെന്നുള്ള അവകാശവാദം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആയപ്പോൾ അതിൻ്റെ സാങ്കേതികത്വമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ തടസ്സമായി വന്നു നിൽക്കുന്നത്. അതായത് വഖഫ് ബോർഡ് ഈ തർക്കഭൂമിയെ ഉമീദ് പോർട്ടൽ, അതായത് വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി അതിനൊരു വഖഫ് സ്റ്റാറ്റസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിയമപരമായിട്ടുള്ള ഇടപെടൽ കൂടിയേ തീരൂ. നിലവിൽ വഖഫ് ട്രൈബ്യൂണലിലാണ് ഈ കേസ് നിലനിൽക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല ഉത്തരവ് ഉണ്ടായിരുന്നു, പക്ഷേ സുപ്രീം കോടതി ആ പരാമർശം റദ്ദ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയും ട്രിബ്യൂണലിൻ്റെ നിലപാടാണ് ഇതിൽ പ്രധാനം. എന്തായാലും സർക്കാരിനെ അവർ ഈ സമരസമിതി വീണ്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കൊച്ചി MLAയും DCC പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസിനെ കണ്ട് സമരസമിതി നേതാക്കൾ ചർച്ച നടത്തി. ചർച്ചയിൽ ശുഭപ്രതീക്ഷ എന്നുള്ളതാണ് സമരസമിതി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കാർ ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു പരിഹാരം കാണും. കഴിഞ്ഞ ദിവസം സഭാ നേതൃത്വവുമായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലും അനുകൂല സമീപനമാണ് സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 10 മിനിറ്റ് എന്നുള്ള ഒരു പരാമർശം അവർ ഓർമ്മിപ്പിച്ചപ്പോൾ അത് ഉടനടി തന്നെ പരിഹരിക്കും എന്നുള്ളതാണ് സഭാ നേതൃത്വത്തെ VD സതീശൻ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു വാക്കിനാണ് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത്. മറ്റ് സമരപരിപാടികളുമായിട്ട് എന്തായാലും മുന്നോട്ടില്ല. ആ വാക്കിൽ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് സമരസമിതി ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തായാലും ഈ വഖഫ് ബോർഡ്, നിലവിലെ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നുള്ളൊരു ആവശ്യവും ഈ സമരസമിതി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം അവരാണ് ഈ തർക്കത്തിലുള്ള ഭൂമി ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നുള്ളതാണ് അവരുടെ വാദം. കാരണം തർക്കഭൂമിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കപ്പെടേണ്ടത്, അതിനുശേഷം മാത്രമായിരിക്കും അത് പൂർണ്ണമായിട്ടും വഖഫ് ഭൂമിയാവുക. അപ്പോൾ അന്നേരം മാത്രമാണ് ഇത് ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്താൻ കഴിയുക. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബോർഡിനെ പിരിച്ചുവിടണമെന്നുള്ള ഒരു ആവശ്യമാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലൊരു പരിഹാരം, ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് സമരസമിതി പ്രതീക്ഷിക്കുന്നുമുണ്ട്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മുൻപത്തെ 404 ഏക്കർ വരുന്ന ഭൂമി ഉമീദ് പോർട്ടലിൽ, വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന പോർട്ടലാണിത്. അതിലേക്ക് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് അത് ഈ സർക്കാരിന് മേലൊരു രാഷ്ട്രീയമായി കൊടുക്കാവുന്ന ഒരു വലിയ പണി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമാണ് എന്ന വാദവുമായി മുഖ്യമന്ത്രി VD സതീശൻ രംഗത്തെത്തുന്നത്. ഈ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്.